86 സങ്കീർത്തനം. എല്ലാവരും വേദപുസ്തകം നിങ്ങൾ തുറന്നു വെച്ചിരിക്കുകയാണല്ലോ. സങ്കീർത്തനം എത്രയാണ്? 86 സങ്കീർത്തനമാണല്ലോ നമ്മൾ വായിച്ചത്. സങ്കീർത്തന പുസ്തകത്തെ പുസ്തകം 1, പുസ്തകം 2, 3 ഇങ്ങനെ പറഞ്ഞ 5 പുസ്തകങ്ങളായിട്ട് തിരിച്ചിട്ടുള്ള കാര്യം നമുക്കറിയാം. 86 സങ്കീർത്തനം എത്രാമത്തെ പുസ്തകത്തിലാണ് വരുന്നത്? 3-ാമത്തെ പുസ്തകം അല്ലേ? 3-ാമത്തെ പുസ്തകം. 73 സങ്കീർത്തനം തുടങ്ങി 89 സങ്കീർത്തനം വരെയുള്ളതായ 17 സങ്കീർത്തനങ്ങൾ 3-ാം പുസ്തകം എന്ന് പറയുന്ന ആ ഗണത്തിൽ പെടുന്നു. ഓരോ സങ്കീർത്തനത്തിനും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. ഏതൊരു സങ്കീർത്തനം നമ്മൾ വായിച്ചാലും പ്രിയ ദൈവമക്കളെ നാം ശ്രദ്ധിക്കുക, അതിൽ മറ്റ് സങ്കീർത്തനത്തിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് പഠിക്കുവാൻ വേണ്ടിയുള്ള പ്രത്യേകമായ ചില പാഠങ്ങൾ ഓരോ സങ്കീർത്തനത്തിലും ഉണ്ട് എന്നുള്ള കാര്യം നാം മറക്കരുത്. ഈ 3-ാമത്തെ പുസ്തകം എന്ന് പറയുന്ന സങ്കീർത്തനത്തിലെ ആ ഒരു ഭാഗത്ത് 17 സങ്കീർത്തനങ്ങൾ ഉള്ളതിൽ ഈ ഒറ്റ സങ്കീർത്തനം മാത്രമാണ് ദാവീദ് എഴുതിയിരിക്കുന്നത്. ബാക്കിയുള്ള 16 സങ്കീർത്തനങ്ങളും കോരഹ് പുത്രന്മാർ, ആസാഫ്, ഏഥാൻ, ഇങ്ങനെ മറ്റ് പല പേരുകളാണ് കാണുന്നത്. ഈ ഒരൊറ്റ സങ്കീർത്തനമാണ് ഈ ഒരു വിഭാഗത്തിൽ ദാവീദിൻ്റെ സങ്കീർത്തനം എന്ന് പറഞ്ഞ് നാം വായിക്കുന്നത്. ഇത് നമ്മൾ ഏത് ഗ്രൂപ്പിൽ ഇതിനെ പെടുത്താൻ പറ്റും? ഈ 86 സങ്കീർത്തനം ഒരു വിലാപഗീതമെന്ന് പറയാൻ കഴിയുകയില്ല, ഒരു സ്തോത്രഗീതമെന്നും പറയാൻ പറ്റുകയില്ല, ഒരു വിജയത്തിൻ്റെ ഗീതമെന്നൊന്നും പറയണ്ട. ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളതായ ഒരു സങ്കീർത്തനമായിട്ട് നമുക്ക് ഈ 86 സങ്കീർത്തനത്തെ കാണുവാൻ കഴിയും. നോക്കുക, അതിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അവിടെ ദാവീദിൻ്റെ ഒരു നിലവിളിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തോടുള്ളതായ തൻ്റെ നിലവിളിയാണ്. ദൈവമേ, ചെവി ചായ്ക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞ് ഞാൻ 3-ാമത്തെ വാക്യത്തിൽ എന്നോട് കൃപയുണ്ടാകണമേ, ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. അപ്പോൾ 7-ാമത്തെ വാക്യം വരെ ഒരു നിലവിളി നമ്മൾ കാണുന്നു. എന്നാൽ 8, 9, 10 വാക്യത്തിലേക്ക് വരുമ്പോൾ ആ നിലവിളിയിൽ നിന്നും മാറിയിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിൻ്റെ മഹത്വത്തെ ഏറ്റുപറയുന്ന, ദൈവത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതായ, ദൈവം ആരാണ് എന്നുള്ളതായ ചില കാര്യങ്ങളാണ് നമ്മൾ 8 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. നിനക്ക് കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായവനില്ല. 10-ാമത്തെ വാക്യത്തിൽ നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമാണ്, നീ മാത്രം ദൈവമാകുന്നു എന്ന് പറഞ്ഞ് ആ നിലവിളിയിൽ നിന്നും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. 11 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവസന്നിധിയിൽ പൗലോസ് കഴിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അവിടെ നാം വായിക്കുന്നത്. ആ പ്രാർത്ഥന എന്താണെന്നറിയാമോ? ദൈവമേ, അവിടുന്ന് എന്നെ ഒന്ന് പഠിപ്പിക്കണമേ, അവിടുന്ന് എന്നെ ചില കാര്യങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരണമേ, അവിടുന്ന് എന്നെ ഒന്ന് ഉപദേശിക്കണമേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങളിലൊക്കെയും I want to learn from you. Lord, please teach me എന്ന് പറഞ്ഞ ദൈവസന്നിധിയിൽ വീണ്ടും താൻ കഴിക്കുന്ന ഒരു അപേക്ഷയാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. 14 മുതൽ 17 വരെ എൻ്റെ ഒടുവിലത്തെ വാക്യങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്കായും ദൈവത്തിൻ്റെ സഹായത്തിനു വേണ്ടി വീണ്ടും യാചിക്കുന്ന ഒരു ദാവീദിനെ നമുക്കവിടെ കാണുവാൻ കഴിയും. 3-4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ആദ്യം ദാവീദിൻ്റെ ഒരു നിലവിളി നമ്മൾ കാണുന്നുണ്ട്. ആ നിലവിളി കഴിഞ്ഞിട്ട് ദാവീദ് എന്ത് ചെയ്യുക? ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വർണ്ണിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവം ആരാണെന്നുള്ളത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രഖ്യാപനം എന്ന് വേണമെങ്കിൽ തന്നെ അതിന് പറയാം. അത് കഴിഞ്ഞിട്ട് ദൈവമേ, ഞാൻ അവിടുത്തെ പാഠശാലയിൽ നിന്നും ഐ വാണ്ട് ടു ലേൺ സംതിങ് എന്ന് പറഞ്ഞ് അവിടുന്ന് എന്നെ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞുള്ളതായ ഒരപേക്ഷ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. തുടർന്ന് വീണ്ടും ആ ആദ്യത്തെ വാക്യങ്ങൾ കണ്ടതുപോലെയുള്ളതായ ചില അപേക്ഷകൾ വീണ്ടും താൻ അവിടെ വായിക്കുന്നുണ്ട്. ഈ സങ്കീർത്തനത്തിലെ വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു വരുമ്പോൾ നാം ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെയുള്ളതായ സാഹചര്യങ്ങൾ കൂടി ഒന്നും കടന്നു പോയിട്ടില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിലും പലവിധമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെയും നമ്മൾ അനുഭവിക്കുന്നവരാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തോട് നാം നിലവിളിക്കുക, ദൈവത്തോട് നാം അപേക്ഷിക്കുക, ദൈവം ആരാണെന്ന് നാം മനസ്സിലാക്കി ദൈവത്തെ നമ്മൾ സ്തുതിക്കുന്നവരായിരിക്കുക. അതേസമയം തന്നെ ദൈവം നമ്മളെ ഓരോ അവസ്ഥയിൽ കൂടി കടത്തി വിടുന്നത് നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഇതുവരെയും നാം പഠിച്ചിട്ടില്ലാത്ത ചില പുതിയ പാഠങ്ങൾ നമുക്ക് തരുവാൻ വേണ്ടി കർത്താവ് ചിലപ്പോൾ ചില പുതിയ വഴികളിൽ കൂടി നമ്മെ കടത്തുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മെ സമർപ്പിച്ചു കൊടുക്കുക, വീണ്ടും നാം ദൈവസന്നിധിയോട് അടുത്ത് എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതായ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ പല വാക്കുകളൊക്കെ ഇവിടെ ഉണ്ട്. യഹോവ എന്നുള്ളതായ വാക്ക് 7 പ്രാവശ്യം ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യഹോവ, ദൈവം എന്നുള്ള വാക്ക് 5 പ്രാവശ്യം ഈ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവേ എന്നുള്ളതായ വാക്ക് വീണ്ടും 7 പ്രാവശ്യം വായിക്കുന്നുണ്ട്. നോക്കുക, 3 വാക്കുകൾ ഞാൻ പറഞ്ഞു.
യഹോവേ, യാവേ, യാവേ എന്നുള്ളതായ വാക്ക് പല പ്രാവശ്യം ആവർത്തിച്ചു വരുന്നു. ദൈവമേ, എലോഹീം എന്നുള്ളതായ വാക്ക് നമ്മൾ കാണുന്നുണ്ട്. കർത്താവേ എന്നുള്ളതിൻ്റെ പദം എന്താണ്? എബ്രായ ഭാഷയിൽ കർത്താവേ എന്നുള്ളതിന് അഡോണായി എന്ന് നമ്മൾ പറയാറുണ്ട്. യാവേ, എലോഹീം, അഡോണായി എന്നൊക്കെ നമ്മൾ പാടുമല്ലോ. ആ 3 വാക്കുകളാണ് ഈ സങ്കീർത്തനത്തിൽ ദൈവത്തെക്കുറിച്ച് താൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന 1-2 കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു 3-4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം? വൈ ഷുഡ് വി പ്രേ? അതാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം. എന്തുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? അതിൻ്റെ 1-ാമത്തെ വാക്യം നോക്കിക്കേ. യഹോവേ, ചെവി ചായ്ക്കണമേ, എനിക്ക് ഉത്തരം അരുളണമേ. ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. ഐ ആം പുവർ ആൻഡ് നീഡി. ഐ ആം എ പുവർ പേഴ്സൺ. ഐ ആം നീഡി. സോ ലോർഡ് ഹാവ് മേഴ്സി ഓൺ മീ. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. ദൈവസന്നിധിയിൽ ഒരു വ്യക്തി കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത്, ഞാനിപ്പോൾ പറയുന്ന വിഷയം, എന്തുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്, അല്ലെ എന്തുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്? വൈ ഷുഡ് വി പ്രേ? വാട്ട് ഈസ് ദ മെയിൻ റീസൺ? ദ റീസൺ ഈസ് വി ആർ പുവർ ആൻഡ് നീഡി. നാം എളിയവരും ദരിദ്രരുമാണ്. എത്ര വലിയ കാര്യങ്ങൾ നമുക്ക് പറവാനുണ്ടെങ്കിലും, എത്ര വലിയ എഡ്യൂക്കേഷനോ ജോലിയോ സാഹചര്യങ്ങളോ വീടോ ഒക്കെ ഉണ്ടെന്ന് നമുക്കുണ്ടെങ്കിലും, നാം ഓർക്കുക, ദൈവസന്നിധിയിൽ ഈ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ മാത്രമേ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. എനിക്ക് ദൈവം പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും എനിക്കുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ മുൻപോട്ട് പോകുവാനാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവത്തിൽ നിന്ന് നമുക്ക് സഹായമൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. ആ വാക്യം സങ്കീർത്തനത്തിൽ വേറെ എവിടെയെങ്കിലും ഉള്ളത് ഓർമ്മയുണ്ടോ? ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. 40-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യത്തിലും ഈ വാക്ക് നമുക്ക് കാണുന്നുണ്ട്. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. ആ വാക്യം എടുത്തെങ്കിലും ഒന്ന് വായിക്കാം. 40-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നോക്കുക, താമസിക്കരുത്. നോക്കിയേ, ആ വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. എന്നാൽ നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം എന്ന് പറയുന്ന ആ വലിയ കർത്താവ് നമ്മെ വിടുവിക്കുന്നവനാണ്. ആ ദൈവത്തോട് നാം വിളിച്ചപേക്ഷിക്കുമെങ്കിൽ ഈ വലിയ ദൈവം നമ്മെ വിടുവിക്കുമെന്നുള്ളതായ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ദൈവസന്നിധിയിൽ ഒരാൾ കടന്നു വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോധ്യം ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഏത് ബോധ്യമാണ് ഉണ്ടാകേണ്ടത്? ഞാൻ എളിയവനും ദരിദ്രനുമാണ്. സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റും വലിയ പ്രതീക്ഷിക്കാത്ത നിലയിലായിരിക്കാം മുൻപോട്ട് പോകുന്നത്. ഘോരന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞൊക്കെ താഴെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ അഹങ്കാരികൾ എന്നോട് എതിർത്തിരിക്കുന്നു. 14-ാമത്തെ വാക്യത്തിൽ അഹങ്കാരികളോ ഘോരന്മാരോ ആരൊക്കെ നമുക്കെതിരായിട്ട് വരട്ടെ, എന്നാൽ ഞാൻ എളിയവനും ദരിദ്രനുമാണ്. ദൈവത്തിൻ്റെ സഹായമില്ലാതെ എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല. ദൈവം എൻ്റെ സഹായകനാണെങ്കിൽ ആരൊക്കെ എനിക്കെതിരെ വന്നാലും എനിക്കതൊരു വിഷയമേ അല്ല. ഞാൻ ദൈവത്തോട് നിലവിളിക്കും, പ്രാർത്ഥിക്കും, ദൈവം എന്നെ വിടുവിക്കുമെന്നുള്ളതായ ആ വലിയ ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോൾ ആരോടാണ് എന്തുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? വൈ ഷുഡ് വി പ്രേ? ദ റീസൺ ഈസ് വി ആർ പുവർ ആൻഡ് നീഡി ആൻഡ് വി ഹാവ് എ ഗ്രേറ്റ് God who will deliver us from whatever problems we are going through. രണ്ടാമതൊരു ചോദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ നാം പ്രാർത്ഥിക്കേണ്ട കാരണം ഞാൻ പറഞ്ഞു, നമ്മൾ എളിയവരാണ്, ദരിദ്രരാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ പല വാക്കുകൾ ഇതിനകത്തുണ്ട്. ആ വാക്കുകൾ മാത്രം ഒന്ന് നോക്കിക്കേ. 10-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമാണ്. 5-ാമത്തെ വാക്യം നോക്കുക. കർത്താവേ, നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവുമാകുന്നു. 15-ാമത്തെ വാക്യം, കർത്താവേ, കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ തന്നെ. ആ 15-ാമത്തെ വാക്യത്തിലെ 5 വാക്കുകൾ ഒന്നിച്ചൊരു വാക്യത്തിനകത്ത് കണ്ടൻസ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന നോക്കുക. കർത്താവേ ആരാണ്? കരുണ, കൃപ, ദീർഘക്ഷമ, മഹാദയ, വിശ്വസ്തത. ഈ 5 വാക്കുകളും കൂടി വന്നിരിക്കുന്ന വാക്യങ്ങൾ ബൈബിളിൽ വേറെ കാണാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ നോക്കുക, ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ദൈവം കരുണയുള്ളവനാണ്, ദൈവം കൃപയുള്ളവനാണ്,
ദൈവം ദീർഘക്ഷമ കാണിക്കുന്നവനാണ്, മഹാദയയുള്ളവനാണ്, വിശ്വസ്തതയുള്ളവനാണ്. ഓരോ വാക്കിനെക്കുറിച്ചും വിവരിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം നമുക്ക് ഓർക്കുവാനുള്ളത്, ഈ ദൈവം മറ്റ് ദേവന്മാരെ പോലെ ഒന്നുമല്ല. 8-ാമത്തെ വാക്യത്തിൽ കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായവനില്ല, നിൻ്റെ പ്രവൃത്തികൾക്ക് തുല്യമായ ഒരു പ്രവൃത്തിയും ഇല്ല. God is the only God, but there are many people who worship other gods whom they think they are gods. But remember, there is only one God, and the God whom we are serving. നമ്മൾ സേവിക്കുന്ന ആ ദൈവത്തിന് ഈ പറഞ്ഞ 5 വാക്കുകൾ ഒന്നുകൂടെ പറയാമോ? എന്തൊക്കെയാണ് ദൈവമാരാണ്? കരുണ. നമുക്കറിയാവുന്ന വാക്കുകളൊക്കെ തന്നെ, ഓർഡർ തെറ്റിയാലും കുഴപ്പമില്ല, പറഞ്ഞോളൂ. കരുണ, കൃപ, ദീർഘക്ഷമ, മഹാദയ, വിശ്വസ്തത. ഇതുപോലെയുള്ളതായ ഒരു ദൈവത്തെ സേവിപ്പാൻ ദൈവം നമുക്ക് അവസരം തന്നെങ്കിൽ ദാവീദ് പറയുന്നത്, ഞാൻ ഈ ദൈവത്തോടാണ് ഞാൻ നിലവിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ദാവീദ് ദൈവത്തോട് നിലവിളിക്കുന്നത്? അതിൻ്റെ കാരണം, താൻ എളിയവനും ദരിദ്രനുമാണ്, എനിക്കൊന്നും എന്നെക്കൊണ്ട് എനിക്ക് ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ള ബോധ്യം തനിക്ക് ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ആരോടാണ് താൻ പ്രാർത്ഥിക്കുന്നത്? മഹാദയയും കരുണയും വിശ്വസ്തതയും ഉള്ളതായ ആ മഹാദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 3-ാമത്തെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ ദാവീദ് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ആ വാക്കുകളൊക്കെ ഇവിടെ നമ്മൾ നോക്കിയാൽ താൻ ഉപയോഗിച്ചതായ ചില വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, ദൈവമേ ചെവി ചായ്ക്കണമേ, ഞാൻ നിന്നോട് എൻ്റെ യാചനകളെ ശ്രദ്ധിക്കണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. എന്താണ് ഈ വാക്കുകൾ വിളിച്ച് പറയുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ സാധാരണ പറയാറുണ്ടോ? കർത്താവേ, ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുതേ, ചെവിക്കൊള്ളണമേ. ഈ വാക്കുകൾ ദാവീദ് ഉപയോഗിക്കുമ്പോൾ നാം ഓർക്കുക, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഏകാഗ്രതയോടെ താൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ വാക്കുകൾ താൻ പറയുന്നത്, ദൈവസന്നിധിയിൽ അല്ലാതെ എനിക്ക് അടുക്കുവാനൊരു സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ ദൈവത്തോട് അടുത്ത് ചെല്ലും. ഏകാഗ്ര ഹൃദയത്തോടെ ദൈവം മാത്രമാണ് എനിക്ക് സഹായകനായിട്ടുള്ളത്. അതിന് തുല്യമായ ഒരു പദമാണ് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നത്. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന എന്ന് വെച്ചാൽ വാക്കുകൾ വെറുതെ ഉരുവിട്ട് പോവുകയല്ല. ശ്രദ്ധയോടെ എന്ന് പറയുമ്പോൾ ഓരോ വാക്കും ഉരുവിടുന്നത് ശ്രദ്ധിച്ചു വേണം, അല്ലെങ്കിൽ ദൈവം അവിടെ കറക്റ്റ് ചെയ്യും എന്നൊന്നും ചിന്തിക്കേണ്ട. ശ്രദ്ധയോടെ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഏകാഗ്ര ഹൃദയത്തോടെ ചെന്ന് നാം പ്രാർത്ഥിക്കുകയാണ്. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. പത്രോസ് തടവിൽ കിടന്നപ്പോൾ സഭ പത്രോസിനു വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ മറ്റു വിഷയങ്ങളൊക്കെ മാറ്റിവെച്ച് എന്താണ് നമ്മുടെ ആവശ്യമെന്ന് മനസ്സിലാക്കി ആ വിഷയം ദൈവസന്നിധിയിൽ പൂർണ്ണ ബോധ്യത്തോടെ സമർപ്പിക്കുന്നതിനാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏണസ്റ്റ്ലി, ഡേവിഡ് വാസ് പ്രേയിങ് ഏണസ്റ്റ്ലി. സോ ഹൗ വി ഷുഡ് പ്രേ? നാം പ്രാർത്ഥിക്കേണ്ടത് ഏകാഗ്രതയോടെ, ഏണസ്റ്റായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. 3-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യമുണ്ട്, കർത്താവേ എന്നോട് കൃപയുണ്ടാകണമേ. അടുത്ത വാക്കെന്താ? ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. സോ അവർ പ്രെയർ ഷുഡ് ബി കണ്ടിന്യൂവൽ. അത് നിരന്തരമായിട്ട് നിർത്താതെയുള്ളതായ പ്രാർത്ഥനയായിരിക്കണം. മണിക്കൂറുകൾ ഒരിടത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിൽ നമുക്കത് എടുക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും നാം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം പകരുന്നവരായിരിക്കണം. 1 തെസ്സലോനിക്കർ 5-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ അതാണല്ലോ നമ്മൾ വായിക്കുന്നത്. 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ എടുക്കേണ്ട, നമുക്കറിയാവുന്ന വാക്യമാണ്. 3 കാര്യങ്ങൾ ആ വാക്യങ്ങളിലുണ്ട്. 3 സ്മോൾ വേഴ്സസ് ഇൻ ദ ബൈബിൾ. സ്മോളസ്റ്റ് വേഴ്സസ് ഒക്കെ ആയിട്ട് നമുക്ക് അതിനൊക്കെ എടുക്കാൻ പറ്റും. എന്താണ് 15-ാമത്തെ 16 ആദ്യത്തെ വാക്യം എന്താ? എപ്പോഴും സന്തോഷിപ്പീൻ. അടുത്ത വാക്ക് ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. 5:17 ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ദാവീദും അത് തന്നെയാണ് പറയുന്നത്, ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. നാം പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥനയ്ക്ക് നാം കടന്നു വരും. പ്രാർത്ഥനാ മീറ്റിങ്ങുകൾക്കൊക്കെ നമ്മൾ കൂടി വരുന്നുണ്ട്. എന്നാൽ ദൈവദാസന്മാർ, ദൈവഭക്തന്മാർ ദൈവവചനത്തിൽ അവരുടെ പ്രാർത്ഥനയൊക്കെ നമുക്കൊരു മോഡലായിട്ട് അവരെങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചത് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൽ അടുക്കുവാൻ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 2 വാക്കുകൾ ഞാൻ പറഞ്ഞു. ഏകാഗ്രതയോടെ ഏണസ്റ്റായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നാം കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. 2-ാമത്തെ കാര്യം, ഇടവിടാതെ കണ്ടിന്യൂസ് ആയിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുകയാണ്. 3-ാമത്തെ ഒരു കാര്യം 12-ാമത്തെ വാക്യത്തിലുണ്ട്, എൻ്റെ ദൈവമായ കർത്താവെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും, നിൻ്റെ നാമത്തെ എന്നേക്കും
മഹത്വപ്പെടുത്തും. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും. ആ സ്തുതിക്കുക എന്നുള്ള വാക്കിന് താങ്ക്സ് ഗിവിങ് എന്നുള്ളൊരു വാക്കാണ് മൂലഭാഷയിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. സ്തോത്രം ചെയ്യുക, ദൈവത്തെ നന്ദി കരയേറ്റുക. അപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നാം സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. സ്തോത്രം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? സ്തോത്രം എന്ന് വെച്ചാൽ നന്ദി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സ്തുതി എന്ന് പറയുമ്പോൾ പ്രൈസിങ് ഗോഡ്. ആൻഡ് വെൻ വി ഇൻ മലയാളം ട്രാൻസ്ലേഷൻ വെൻ വി കം ടു ദാറ്റ് വേർഡ് സ്തോത്രം, ഇറ്റ് മീൻസ് താങ്ക്സ് ഗിവിങ്, നന്ദി കരയേറ്റുക എന്നുള്ളതാണ്. 1 തെസ്സലോനിക്കരിലും ആ വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. അപ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഇടയായിത്തീരണം. ഏകാഗ്ര ഹൃദയത്തോടെ ശ്രദ്ധയോടെ നാം പ്രാർത്ഥിക്കുന്നു, ഇടപെടാതെ നാം പ്രാർത്ഥിക്കണം. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ കർത്താവിൻ്റെ അടുക്കൽ സ്തോത്രത്തോടുകൂടി അവൻ്റെ സന്നിധിയിൽ ജാഗരിപ്പാൻ നമുക്കിടയായിത്തീരണം. ഒരു വാക്കൂടെ നോക്കുക. തൻ്റെ ജീവിതത്തിലെ താഴ്മ എപ്രകാരമായിരുന്നു? 2-ാമത്തെ വാക്യത്തിലെ എൻ്റെ പ്രാണനെ കാക്കണമേ, ഞാൻ നിൻ്റെ ഭക്തനാകുന്നു, എൻ്റെ ദൈവമേ നിന്നിൽ ആശ്രയിക്കുന്ന അടിയനെ രക്ഷിക്കണമേ. അല്ലേ? അടിയനെ രക്ഷിക്കും. സേവ് യുവർ സെർവൻറ്റ്, നിൻ്റെ ദാസനായ എന്നെ അടിയനെ രക്ഷിക്കണമേ എന്നവിടെ നമ്മൾ വായിക്കും. 4-ാമത്തെ വാക്യത്തിൽ അവിടെ എന്താ വാക്യം വായിക്കുന്നത്? 4-ാമത്തെ വാക്യം, യഹോവേ നിങ്കിലേക്ക് ഞാൻ എൻ്റെ 4-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് അടിയൻ്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണം. നോക്കുക, അടിയനോട് കൃപയുണ്ടാകണം, അടിയനെ രക്ഷിക്കണം, അടിയൻ്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ. 16-ാമത്തെ വാക്യത്തിൽ എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപയുണ്ടാകണമേ. അടുത്ത വാക്യം എന്താ? നിൻ്റെ ദാസന് നിൻ്റെ ശക്തി തന്ന്. ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്ന വാക്ക് യുവർ സെർവൻറ്റ്. യുവർ സെർവൻറ്റ് എന്നുള്ള വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഹൂ ഈസ് ദിസ് പേഴ്സൺ ഹൂ ഈസ് പ്രേയിങ്? ഹീ ഈസ് ദ ഗ്രേറ്റ് കിങ് ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ രാജാവാണ് പ്രാർത്ഥിക്കുന്നത്. ഇസ്രായേലിൻ്റെ രാജാവിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ രാജാവ് ഉപയോഗിക്കുന്ന വാക്കുകൾ അടിയനോട് കൃപയുണ്ടാകണമേ, അടിയനെ കടാക്ഷിക്കണമേ, നിൻ്റെ ദാസന് നിൻ്റെ ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിപ്പാൻ കഴിയുന്നെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നമുക്ക് ദൈവസന്നിധിയിൽ എന്താണ് നമുക്ക് പുകഴുവാനുള്ളത്? ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും നമുക്കും താഴ്മയോടെ ദൈവസന്നിധിയിൽ ഞാൻ ഒന്നുമില്ല, എനിക്ക് യാതൊന്നും എനിക്ക് പ്രശംസിപ്പാനും പുകഴുവാനും ഇല്ല എന്ന് പറഞ്ഞ് താഴ്മയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ നമുക്കിടയായി തീരണം. മറ്റൊരു കാര്യം കൂടെ ആ വാക്യത്തിൽ ഓർത്തിരിക്കുക. 2-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ നിന്നിൽ ആശ്രയിക്കുന്ന അടിയനെ രക്ഷിക്കണമേ. സോ ദാറ്റ് ഷോസ് വി ഹാവ് ഗ്രേറ്റ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ദൈവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ആ ദൈവം എന്നെ വിടുവിക്കും. മുൻകാലങ്ങളിൽ വിടുവിച്ചതായ പല കാര്യങ്ങളും ദാവീദിന് ഓർക്കുവാൻ വേണ്ടിയുണ്ട്. 7-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, എൻ്റെ യാതനകളെ ശ്രദ്ധിക്കണമേ, നീ എനിക്ക് ഉത്തരം അരുളുകയാൽ. എന്താ വാക്കിൻ്റെ അർത്ഥം? ഭാവി, ഇസ് ഇറ്റ് എ ഫ്യൂച്ചർ ടെൻസ് ഓർ എ പാസ്റ്റ്? നീ എനിക്ക് ഉത്തരം അരുളുകയാൽ എന്ന് പറയുമ്പോൾ, ഇതിനു മുൻപ് പല പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചപ്പോഴെല്ലാം നീ എനിക്ക് ഉത്തരം അരുളിയിട്ടുണ്ട്, ഞാനത് ഓർക്കുന്നു. 13-ാമത്തെ വാക്യം, എന്നോടുള്ള നിൻ്റെ ദയ വലിയതല്ലോ, നീ എൻ്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്നും രക്ഷിക്കുമെന്നല്ല, അധമപാതാളത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. 17-ാമത്തെ വാക്യം, 17-ാമത്തെ വാക്യത്തിൽ നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിക്കുമല്ലോ എന്നല്ല, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നു. സോ നോക്കണം, വിശ്വാസത്തിൻ്റെ വാക്കുകളാണ് താൻ പറയുന്നത്. നാം ദൈവസന്നിധിയിൽ ഒരു വിഷയം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നമുക്ക് പറയുവാനുള്ളത്, കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുകയാണ്, എനിക്ക് മറുപടി കർത്താവ് തരാൻ പോവുകയാണ്, എനിക്കതിൽ യാതൊരു സംശയവുമില്ല. അത് കർത്താവിൻ്റെ സമയത്ത് ഒരു പക്ഷേ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആയിരിക്കാം. എന്നാൽ എനിക്ക് ഓർക്കുവാനുള്ളത്, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ കടന്നുപോയ സാഹചര്യങ്ങളിൽ കർത്താവ് എന്നെ വിടുവിച്ചിട്ടുണ്ട്, എന്നെ സഹായിച്ചിട്ടുണ്ട്. ദാവീദ് ഈ വലിയ നിലവിളി ദൈവത്തോട് പറയുമ്പോൾ താൻ ചെയ്യുന്നത് ദൈവസന്നിധിയിൽ തന്നെ താൻ സമർപ്പിച്ച വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്നതാണ്. 3-4 വാക്കുകൾ ഞാൻ അവിടെ പറഞ്ഞല്ലോ. ഏകാഗ്രതയോടെ താൻ പ്രാർത്ഥിക്കുന്നു, ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു, സ്തോത്രത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു, താഴ്മയോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ആയിരിക്കുന്നു, ഉറച്ച വിശ്വാസത്തോടു കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നു. വാക്കുകളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്തിനു വേണ്ടിയൊക്കെയാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്നെ രക്ഷിക്കണമേ എന്ന് താൻ പല പ്രാവശ്യം വിളിച്ച് പറയുന്നുണ്ട്. എന്നെ രക്ഷിക്കണമേ. എൻ്റെ 4-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ. ഡു വി പ്രേ ലൈക്ക് ദിസ്?
നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവേ എൻ്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ നമുക്കിടയായി തീരണം. കാരണം ദൈവം നമുക്ക് സന്തോഷത്തെ പകർന്നു തരുന്നവനാണ്. ദൈവമേ എന്നെ സന്തോഷിപ്പിക്കണമേ, ദൈവമേ എന്നെ പഠിപ്പിക്കണമേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നെ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഇതിനു വേണ്ടിയൊക്കെയാണ് പ്രാർത്ഥിച്ചത്. ഒത്തിരി വാക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, ചിലതെങ്കിലും നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്ന് തോന്നുന്നു. ആദ്യം ഞാൻ പറഞ്ഞത് ഈ ദാവീദ് ഇവിടെ എന്തിനായിരുന്നു ഒന്നാമത്തെ കാര്യം പറഞ്ഞത്, എന്തുകൊണ്ടാണ് താൻ പ്രാർത്ഥനയുടെ കാരണമാണ് അവിടെ ഞാൻ പറഞ്ഞത്. വൈ ഈസ് ഡേവിഡ് പ്രേയിങ്? മറുപടി പറയാമോ? എന്തിനാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്? ദാവീദ് പ്രാർത്ഥിച്ചതിൻ്റെ കാരണം, എനിക്ക് ദൈവത്തിൻ്റെ മറുപടി കിട്ടിയേ മതിയാകുകയുള്ളൂ. ഐ ആം പുവർ ആൻഡ് നീഡി, ഐ നീഡ് യു, സോ ലോർഡ് ഹെൽപ്പ് മീ. ഐ കനോട്ട് ഫൈൻഡ് ഹെൽപ്പ് ഫ്രം എനി അതർ പ്ലേസ്. ഐ ആം പുവർ, ഐ ആം നീഡി. അപ്പോൾ ആ ഒരു ബോധ്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നെങ്കിൽ മാത്രമേ പ്രാർത്ഥിപ്പാൻ കഴിയുകയുള്ളൂ. ആരോടാണ് നാം പ്രാർത്ഥിക്കുന്നത്? സർവകൃപാലുവായ, ദയയും കരുണയും വിശ്വസ്തതയും ഉള്ളതായ ആ ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. ആ ദൈവത്തെ പോലെ മറ്റൊരു ദൈവവും ഇല്ല എന്ന് നാം ഓർത്തിരിക്കുക. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. എന്തെല്ലാം വിഷയങ്ങൾക്കാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? ഈ പ്രാർത്ഥനയ്ക്കകത്തെങ്ങും ഭൗതികമായ വിഷയങ്ങളോ തൻ്റെ ജീവിത ഓരോ ദിവസത്തെ ദൈനംദിന കാര്യങ്ങൾ നടക്കേണ്ടതിനെക്കുറിച്ചോ ഒന്നും ദാവീദ് പ്രാർത്ഥിക്കുന്നില്ല. ദാവീദ് പ്രാർത്ഥിക്കുന്നത് മുഴുവനും തൻ്റെ വിഷയങ്ങൾ എന്ന് പറയുന്നത് കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുവാൻ, കർത്താവിങ്കിൽ നിന്ന് പഠിക്കുവാൻ, കർത്താവ് തരുന്ന സന്തോഷം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് മുൻപോട്ട് പോകണം, ഇങ്ങനെയൊക്കെയുള്ളതായ ആ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് താൻ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 86-ാമത്തെ സങ്കീർത്തനത്തിലെ ചിന്തകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞ് നാം ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ എപ്പോഴും നാം ഓർക്കുക, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നതിന് മുൻപേ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നമുക്കിടയായി തീരണം. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ചിട്ട് വേണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തോടു കൂടി ആ പ്രാർത്ഥന ദൈവം കേട്ടു എന്നുള്ളതായ ആ ധൈര്യത്തോടു കൂടി നമുക്ക് മുൻപോട്ട് പോകുവാനിടയായിത്തീരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വാക്കുകളെ ഞാൻ ഇവിടെ ചുരുക്കുന്നു.